മഹീന്ദ്ര വാഹന നിർമ്മാണ കമ്പനി ഏറ്റവും പുതിയ മോഡലാണ് 3XO. അത് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ ഡീറ്റെയിൽസും ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കണം. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് മഹീന്ദ്ര വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ 3XO എന്ന് പറയുന്നത്. വണ്ടിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഫിയാന ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മഹീന്ദ്രയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, പുതിയ ലോഗോയാണ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്രോം ഇൻസൾട്ട് കൊടുത്താൽ പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ക്രോം ചേർത്താൽ പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ട എലമെന്റ് കണ്ടോ, നല്ല ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹെഡ് ലാമ്പിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു സെക്ഷൻ നേരെ ഹെഡ് ലാമ്പ് കയറി നിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എലമെന്റും ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അത് പ്രീമിയം ലുക്ക്. നമ്മൾ ഹെഡ് ലാമ്പ് നോക്കുമ്പോൾ ഇത് ഡാറ്റ റണ്ണിങ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് 10 ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോഗ് ലാമ്പ് ശ്രദ്ധിച്ചാവും, ആ ഹൗസിങ് കൊടുത്തതിൽ പ്രീമിയം ലുക്കിലാണ് ഒരു ഫോഗ് ലാമ്പ് ഡിസൈൻ ചെയ്തത്. ആ ഹൗസിങ് നല്ല പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ വ്യൂവാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആരെങ്കിലും നോക്കി പോയ ഒരു ഡിസൈനാണ് മഹീന്ദ്ര ഇപ്രാവശ്യം ഈ വാഹനത്തിൽ കൊടുത്തത്. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വീൽ സെക്ഷൻ തുടങ്ങാം. ഒരു ഡുവൽ ടോൺ വീലാണ് കൊടുത്തിട്ടുള്ളത്. 16 ഇഞ്ചാണ് അലോയ് വീൽ സൈസ് എന്ന് പറയുന്നത്. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നത്, 5 സ്പോക്ക്. അതിലും മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡുവൽ ടോൺ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അതിൽ പ്രീമിയം ലുക്ക് കൊടുക്കുന്നത് ഈ ഡുവൽ ടോണും ഈ ഒരു വൈറ്റ് ഫിനിഷും ഒരു സിൽവർ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും തരുന്ന ഒരു പ്രീമിയം ലുക്ക് ഒക്കെ ഉണ്ട്. നമ്മളെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കർവിങ് ഉണ്ടോ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഈ വണ്ടികളെ ചേർന്ന് കണ്ടി ഈ ഒരു ക്ലാഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ സൈഡ് വ്യൂ മിറർ കാണാം. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും താഴെ ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത് 360 ഡിഗ്രി ക്യാമറയുടെ സൈഡ് വ്യൂ ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹാൻഡിലാണ്, ബോഡി കളറുടെ ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. അതുപോലെ റിക്കോ സെൻസറും കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ആ ഒരു ക്ലാഡിങ് നേരെ നമ്മൾ ഡോർ സൈഡിൽ കയറുന്നുണ്ട്. അവിടെ നേരെ ബാക്ക് വീലും കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഡോറിലോട്ട് കയറി നിൽക്കുന്നുണ്ട് ആ ഒരു ക്ലാഡിങ്. അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീല ബാക്കിൽ വന്നുള്ളത് 16 ഇഞ്ച്. അതിലും ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്കാണ് ഡുവൽ ടോണും ബാക്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു C ഷേപ്പ് നേരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മഹീന്ദ്ര ലോഗോ XUV 3XO എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചു, നല്ല പ്രീമിയം ലുക്കിലാണ് ആ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവരുടെ ക്യാമറ, ഡിഫോഗ് ലൈൻസ്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഒരു ആൻറ്റിന പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഗ്രില്ല് കണ്ട ഒരു പാറ്റേൺ ബാക്കിലും വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സ്റ്റാർ രീതിയിലൊരു പാറ്റേൺ ബാക്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഏകദേശം 364 ലിറ്ററാണ് ഇതിന് ബൂട്ട് സ്പേസ് പറഞ്ഞത്. ബൂട്ട് കപ്പാസിറ്റി നമ്മളെ ട്രയാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്പെയർ വീലൊക്കെ താഴെയാണ്. ഈ ലിവർ ഉണ്ടോ, അതുകൊണ്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പുള്ളി നേടി ഓപ്പൺ ആവും. യെസ്, ആ ട്രയാങ്കിൾ ഇരിക്കണം, പെട്ടെന്ന് ഓപ്പൺ ആവണില്ല. അപ്പോൾ ഇതാണ് ഇത് സ്പെയർ വീൽ എന്നുള്ള ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം കേട്ടോ, ആ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അമർത്തിയിട്ട് വേണം ക്ലോസ് ചെയ്യാൻ. നമ്മൾ നേരെ ഇന്റീരിയറിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ പറിവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്ക് ആക്കണ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ഈ വിൻഡോ ലോക്ക് ആക്കണ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോക്കാണ്. ലോക്ക് ഇതൊരു ഗൺമെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ഉണ്ടോ, ഒരു ഗൺമെറ്റൽ ഫിനിഷിൽ. ഇവിടെ ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡുവൽ ടോൺ ആണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തത്. കാരണം ഒരു ബ്ലാക്ക് ഒരു ബീച്ച് കളറിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പാഡൽസ് കാണാം, ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെ ഡെഡ് പെഡൽ കാണാം. എഞ്ചിൻ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഇട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കൺട്രോൾസ് ഉണ്ട്. അത് നമ്മളെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ്, പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വന്നുള്ളത്. അത് നമ്മളെ ബ്രേക്ക് ചവിട്ടിയിട്ടുള്ള ആ ബട്ടൺ ഇവിടെ കൊടുത്തത്. പിന്നെ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെൻറ്റ്, ചുറ്റൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തൊരു പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. ഡോർ ക്ലോസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കി വെക്കാം. നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു മഹീന്ദ്രൻ്റെ വാഹനം നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഒരു പ്രീമിയം ലുക്ക് രീതിയിലാണ് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തത്. 10.25 ഇഞ്ചിനൊരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഗിയർ പൊസിഷൻ കാണാം, ഇവിടെ RPM മീറ്റേഴ്സും സ്പീഡോമീറ്റേഴ്സും കാണാം. പിന്നെ സ്റ്റിയറിംഗ് കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മളെ മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്, നമ്മൾ വൈപ്പർ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫോടൈപ്സ് നോക്കുന്നത്, അതായത് ക്ലസ്റ്ററിലെ ഓരോ ഇൻഫർമേഷൻ നോക്കുന്നത്.
ഡ്രൈവർ ഇൻഫോ, ഫ്യൂൽ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ, ഡ്രൈവർ അസിസ്റ്റൻറ്റ്, ഡിസ്പ്ലേ ലേഔട്ട്, സെറ്റിങ്സ്, അലർട്ട് ഹിസ്റ്ററി, ഡ്രൈവർ. അങ്ങനെ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഓരോ ഇൻഫർമേഷൻ കയറി നോക്കിയാൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മളെ ഇൻഫോടൈം സിസ്റ്റം, ഇതും 10.25 ഇഞ്ചാണ് ഇൻഫോടൈം സിസ്റ്റം വന്നുള്ളത്. ഇതിൽ നമുക്ക് റേഡിയോ, ആൻഡ്രോയിഡ് ഓട്ടോ, മ്യൂസിക്, ഫോൺ, നാവിഗേഷൻ, അപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻ ഇതിലുണ്ട്. അലക്സ, ക്ലൈമറ്റ് കൺട്രോൾ, കണക്ട് ആപ്സ്, അങ്ങനെ ഒരുപാട് ആപ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ നമുക്ക് ഡ്രൈവ് മോഡ് ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കിടക്കുന്നത് സാപ്പ് എന്നൊരു ഡ്രൈവ് മോഡിലാണ്. അതുപോലെ നമുക്ക് ഈ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാം. നമ്മളെ ക്ലസ്റ്ററും ചേഞ്ച് ആവും. ഞാൻ ജസ്റ്റ് സിപ്പിലേക്ക് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ക്ലസ്റ്ററും മാറി, നമ്മളെ ഇൻഫോടൈംസും മാറി, ഒരു തീം മാറി. അതുപോലെ നമ്മൾ സൂം നോക്കണേ, സൂം മോഡ് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലേഔട്ട് കാണിക്കും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിതിൽ 360 ക്യാമറ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറ യൂണിറ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു HD വിഷ്വൽ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ബട്ടൺ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. സ്ക്രീൻഷോട്ട്, സ്റ്റോറേജ് ഇൻ ഗാലറി, നമുക്ക് ഗാലറി ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇതിൽ ഗാലറി കണ്ടോ, നേരത്തെ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച ഫോട്ടോയിൽ കാണിക്കണത്. ഇത് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തത്. ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് താഴെ നോക്കാം. പിന്നെ ഇവിടെ 360 ക്യാമറ, സെറ്റിങ്സ്, റേഡിയോ, പിന്നെ ഓഫ് ആക്കാനുള്ള ബട്ടൺ, കോൾ അറ്റൻഡ്, മ്യൂസിക്, ഹോം, ആ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ AC വെന്റുകൾ കൊടുത്തിട്ടുള്ളത്. താഴെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മൾ AC ഗ്ലാസ്സിലോട്ട് വരുന്നത്, അതായത് വിൻഷീൽഡൊക്കെ വരുന്നത് AC. അതുപോലെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ആക്കാനുള്ള ഓണാക്കാനുള്ളത്. അതുപോലെ നമ്മളെ ഹസാർഡ് ലാമ്പ്, ഇത് നമ്മളെ ട്രാഷ് ഇങ്ങോട്ട് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. ഇത് ഡ്രൈവ് മോഡ് നമുക്ക് ബട്ടനായിട്ടും നമുക്ക് ക്ലസ്റ്ററിലും അല്ല ഇൻഫോർട്ടിപ്സിലും നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഡുവൽ ടോൺ AC, ക്ലൈമറ്റ് കൺട്രോൾ AC വന്നുള്ളൂ, ഓട്ടോമാറ്റിക്. പിന്നെ ഇവിടെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ട്രാൻസ്മിഷൻ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രീമിയം ലുക്ക്. ഈ സെൻറ്റർ കൺസോൾ ഫുള്ള് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പറഞ്ഞ ഒരു പ്രീമിയം ലുക്കുകളാക്കിയിട്ടുണ്ട് സെൻറ്റർ കൺസോൾ. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കീ ഇതാ വന്നിട്ടുള്ളത്, ലോക്ക് അൺലോക്ക്, ബൂട്ട് സ്പേസ്. കീ കണ്ടോ, ഫ്ലിപ്പ് കീ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കീ ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പ്രത്യേകിച്ച് എന്നെ അറിയണമൊക്കെ എല്ലാവർക്കും അറിയാം, ഒരു മഹീന്ദ്ര ഫാനാണ്. പ്രത്യേകിച്ച് ഒരു താറിൻ്റെ ഒരു ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നെ അറിയണ എല്ലാവർക്കും അറിയാം ഒരു താറിൻ്റെ ഫാനാണെന്ന്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് കപ്പ് ഹോൾഡേഴ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ്. ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സെൻറ്റർ കൺസോൾ ഫുള്ള് ഇട്ടോ ഇതുവരെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ട്. ഇതൊക്കെ നമ്മൾ ഷോറൂമിൽ ഇപ്പോൾ വന്നിട്ടുള്ള വേണ്ടി. അപ്പോൾ ഇതൊന്നും സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല, അതാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഗ്രില്ല് കാണിച്ച ഒരു ഫിനിഷ് ഇവിടെയും വന്നിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷ്. ഒരു ഇൻസൾട്ട് കൊടുത്തിട്ട് പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആയ റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ, ലാമ്പും കൊടുത്തിട്ടുണ്ട്. നമ്മളെ സിംഗിൾ പാൻ സൺറൂഫ് കണ്ടോ, ഒരു സിംഗിൾ പാൻ സൺറൂഫാണ് ഈ വാനിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം സൈസിൽ സൺറൂഫായിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് ലൈന് പോകുന്ന സമയത്ത് നമുക്ക് പെനോറമിക് സൺറൂഫാണ് ഈ വാനിൽ വരുന്നത്. അത് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ സൺ റൈസ് നോക്കുകയാണെങ്കിൽ മിറർ വിത്ത് ലാമ്പൊക്കെ ഒന്നും കൊടുത്തില്ല. ഡ്രൈവർ സൈഡിൽ, പാസഞ്ചറിൽ മിറർ കൊടുത്തിട്ടുണ്ട്, വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന് സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ ഒരു ഡോർ പാഡ് കൊടുത്തിട്ടുള്ളത്. അതിൽ പറുവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റി ഫിനിഷിൽ ഡോർ ഹാൻഡിൽ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് റോ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സ്പേസസ് അല്ല ഒരു സെക്കൻഡ് റോ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഞാൻ ഇരുന്നിട്ട് കാണിച്ചു തരാം. സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു AC വെന്റ് കൊടുത്ത് 2 AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോൺ വെക്കുന്ന ഹോൾഡർ, പിന്നെ ഒരു സീ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചാർജിങ് സോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സെൻട്രൽ ടണൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കവേർഡുള്ള കാരണം കാണാൻ പറ്റില്ല. ഹാൻഡ് റെസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പുണ്ട്. ഈ വലിച്ചിട്ട് ഹാൻഡ് റെസ്റ്റ് എടുക്കുന്നത് അത് കാണാൻ പറ്റും. അതുപോലെ ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഈ വാഹനത്തിലുണ്ട്.
ഒരു കംഫർട്ടിൽ നമുക്ക് ദൂരയാത്ര സുഖമായിട്ടിരിക്കാം. പ്രത്യേകിച്ച് മഹീന്ദ്രൻ്റെ വാഹനങ്ങൾ നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിൽ ടോപ്പ് ലൈൻ മോഡലിലേക്ക് പെനോറമിക് സൺറൂഫ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പ് ലൈനിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു മാറ്റം കണ്ടോ? ആ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചിൽ മൂഡിൽ യാത്ര ചെയ്യാം. ഒരു പെനോറമിക് സൺറൂഫ് ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ചിൽ മൂഡായിരിക്കും. പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് പോകുമ്പോൾ അടിപൊളിയാവില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഒരു ഫീച്ചറിനെ കുറിച്ചില്ല. പെനോറമിക് സൺറൂഫിനെ കുറിച്ച്. എഞ്ചിനിപ്പോൾ ഓപ്പൺ ലിഡ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രസ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആവും. അത് മാത്രമല്ല മഹീന്ദ്രയിൽ ഒരു ഫീച്ചർ, ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ എഞ്ചിൻ പേ ഓപ്പൺ ആക്കി അപ്പോൾ നമ്മളെ ഹസാർഡ് ലൈറ്റ് കത്തും. ഇപ്പം എഞ്ചിൻ പേ ഓപ്പൺ ആക്കി എടുക്കണേ ഹസാർഡ് ലൈറ്റ് കത്തണുണ്ടോ? ഹസാർഡ് ലൈറ്റ് ഈ വാഹനത്തിൽ കത്തും. ഒരു സേഫ്റ്റി ഫീച്ചർ നമുക്ക് എടുത്ത് പറയാം. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ വാഹനം പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഈ ഒരു 3XO പ്രത്യേകിച്ച് നമ്മൾ മഹീന്ദ്ര എല്ലാ മോഡലും വാഹനം ഇറക്കും. പെട്രോളും ഡീസലായാലും 1.5 ലിറ്റർ എഞ്ചിന് വന്നുണ്ട്. ഏകദേശം 110 bhp പവർ, 300 Nm ടോർക്കും. അത്യാവശ്യം നല്ലൊരു പെർഫിക്കോസ് തരുന്ന ഒരു എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത്. ഫുൾ പാക്കഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസും കാരണം കൊടുത്തിട്ടുണ്ട്. കാര്യമായ എക്സോസ്റ്റോട്ട് നമുക്ക് പുറത്തോട്ട് കേൾക്കില്ല. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അത് മാത്രമല്ല നമുക്ക് വാഹനം തന്നിട്ടുള്ളത് മഹീന്ദ്ര എറ മോട്ടോർസ് ആണ് തിരൂർക്കാടിൽ. അവർ നമ്പറും കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. സർവീസ് ആയാലും സെയിൽസ് ആയാലും എന്തായാലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.